ഹലോ കൂട്ടുകാരെ, നമ്മളിതാ ഇന്ന് ഒരു അടിപൊളി ചിക്കൻ കറി വെക്കാം കേട്ടോ. അപ്പം ഇതൊരു വെറൈറ്റി രീതിയാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ആവശ്യത്തിന് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ജാറിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് അതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിക്കനിലേക്ക് ഇട്ടു. ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും പിന്നെ മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ചേർക്കുക. അതിനുശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമ്മളൊന്ന് ചേർക്കുക. പിന്നെ നമ്മുടെ ഗരം മസാല പൊടിയുണ്ട്, അതും ചേർത്ത് നമ്മൾക്ക് മീറ്റ് മസാല, ചിക്കൻ മസാലപ്പൊടി അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് ഇത്രയും ഒന്ന് വയ്ക്കുക കേട്ടോ. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പം നമ്മുടെ ആ പേസ്റ്റും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ ഇതുപോലെ എല്ലായിടത്തും പറ്റി പിടിക്കുന്ന പോലെ, എല്ലായിടത്തും ഇരിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും അതുപോലെ ഒന്ന് ചേർക്കുക. അപ്പോൾ അതുപോലെ ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടോ. കുറച്ച് നേരത്തേക്ക് നമുക്കതൊന്ന് സെറ്റാക്കാം. അപ്പോൾ അത് സെറ്റായതായി എടുത്തിട്ടിട്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്കിനി ഒരു എണ്ണച്ചട്ടി ചൂടാക്കണം. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. നമ്മൾ ചെയ്ത് വെച്ച ആ ചിക്കനും കൂടെ നമ്മളെടുത്ത് ഇതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ചെയ്യണം. ഇത്രയും ഒരു 4 സവാള മതി, അത് നമ്മൾ അരിയണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ നമുക്ക് അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ ഇങ്ങനെ ഇടത്തിയാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ച് ഒരു ഫ്രൈ മോഡിൽ എത്താതെ. അപ്പോൾ നമ്മുടെ സവാള അതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് തന്നെ അരിയണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കയറിയത് അതുപോലെ വരുന്നുണ്ട്. അതിനകത്ത് ആ കുറച്ച് എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെ കിടന്ന് ഇത്രയും ചിക്കൻ അതിനകത്ത് ഫ്രൈ ആയി തന്നെ വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് തക്കാളിക്ക, ആ ഒരു വലുപ്പത്തിലുള്ള തക്കാളിക്ക വേണമായിരുന്നു. അപ്പോൾ ആ തക്കാളിക്കും കൂടെ എടുത്തു. അപ്പം നമ്മൾ മറ്റൊരു ചീനച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് എണ്ണയും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ചിക്കൻ ഇളക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് സവാളയും കൂടെ ഇട്ടിട്ടോ. സവാളയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ബ്രൗൺ കളറിലാവണം. അപ്പം പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ നമ്മൾ ഉപ്പ് ചേർക്കും. ആ ഉപ്പും കൂടെ ഒന്ന് നമ്മൾ അത്യാവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ചെയ്യണം. രണ്ടും ഇതുപോലെ രണ്ടടുപ്പത്തായിട്ടാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് കാര്യം നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ തക്കാളിക്ക് അതും കൂടി നമുക്കൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതും ഒന്ന് സെറ്റായി നന്നായിട്ടൊന്ന് വരണം കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ചിക്കൻ അതുപോലെ ഒരു നമ്മുടെ ബ്രൗൺ കളറിലായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേർക്കാം കേട്ടോ. അപ്പം ആ ഒരു അരപ്പിലും കയറി പിടിക്കുമല്ലോ. അപ്പം അത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പം നമുക്കിനി ഈ ചിക്കനിലേക്ക് നമുക്കതെല്ലാം ഒന്ന് എടുത്ത് തട്ടിയതായതുപോലെ നമുക്കാക്കാം. ആ ചീനിച്ചട്ടി തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതായി പോകും. അതേസമയം ചൂടുവെള്ളമാണെങ്കിൽ കേടാവത്തുമില്ല, നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ കറി അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.